ലീഗിനെതിരെ ഞാൻ ചെയ്യുന്ന വീഡിയോസുകൾ കണ്ടിട്ട് ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, സഖാവ് എന്തിനാണ് ഈ ലീഗുകാരെ ഇബിലീസിന്റെ സന്തതികളെന്നും അബൂജാഹിലിന്റെ പിന്തലമുറക്കാര് എന്നും വിളിക്കുന്നതെന്ന്. അതിനുള്ള ഉത്തരവും കൂടിയാണ് ഈ വീഡിയോ. ലാൽ സലാം സഖാക്കളെ, നന്മയുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സഖാവ് ഷമീർ ഷാഹുദ്ദീൻ വർക്കല. പ്രിയപ്പെട്ടവരെ, ഇന്നലെ കേരളത്തിന്റെ തെരുവീതികളിൽ ഇടതുപക്ഷ MLA മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ മന്ത്രി കൂടിയായ, ആരോഗ്യമന്ത്രി കൂടിയായ സഖാവ് വീണ ജോർജിനെ കേശു കുഞ്ഞുങ്ങൾ, അതായത് സ്വകാര്യ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ എച്ചിൽ വാങ്ങി നക്കിയിട്ട് അതിന്റെ നന്ദി കാണിക്കാൻ തെരുവ് പട്ടികൾ കൂട്ടത്തോടെ കുരയ്ക്കുന്നത് പോലെ ഇന്നലെ മന്ത്രി വീണ ജോർജിനെ ആക്രമിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിന് തിരിച്ചടിയായി പാടത്ത് പണിയെടുത്ത ചില കോലീബി കുഞ്ഞുങ്ങൾക്ക് വരമ്പത്ത് കൂലി കൊടുത്തു. അതുമായി ബന്ധപ്പെട്ട് മൂരി ലീഗുകാരനായ റസാഖ് പടിയൂർ എന്ന് പറയുന്ന ഒരു ഒന്നാന്തരം ഇബിലീസിന്റെ സന്തതിയിട്ട പോസ്റ്റാണ് ഈ വീഡിയോയ്ക്ക് ആധാരം. പോസ്റ്റ് പലരും കണ്ടിട്ടുണ്ടാവും. ആ പോസ്റ്റ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട സജീർ ഇക്ബാലിനെ ഹൈന്ദവ തീവ്രവാദ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ തെമ്മാടി പുത്രന്മാർ വധിക്കാൻ ശ്രമിക്കുന്ന വീഡിയോ കണ്ട്, അതായത് മതേതര പാർട്ടിയായ ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗിനെ നെഞ്ചത്ത് കയറ്റിയ ഒരു ഇബിലീസിന്റെ സന്തതി ഇട്ട പോസ്റ്റാണ്. ആ പോസ്റ്റിലെ വരികളാണ്, അതായത് സഖാക്കന്മാരെല്ലാം, ഇടതുപക്ഷക്കാരെല്ലാം ഹൈന്ദവ തീവ്രവാദ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ തെമ്മാടികളെന്നാണ് ഈ ഇബിലീസിന്റെ സന്തതിയായ തന്തയാരെന്നറിയാത്ത റസാഖ് പടിയൂർ എന്ന് പറയുന്ന പല തന്തയ്ക്കുണ്ടായവൻ പറഞ്ഞിരിക്കുന്നത്. അത് പോട്ടെ, അത് കഴിഞ്ഞിട്ട് പരിശുദ്ധ റംസാൻ വ്രതമെടുത്തവനെ വധിക്കാൻ ശ്രമിച്ച അവരോട് ഒന്നേ പറയാനുള്ളൂ. അതായത് ഈ പറയുന്നവൻ റംസാൻ വ്രതവും എടുത്തിട്ട് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയതിന്റെ ആ ആവേശത്തോടെയാണ് ഈ റസാഖ് പടിയൂർ എന്ന് പറയുന്ന തെരുവ് ഉണ്ടായത്. അത് ഞാൻ പറയാൻ കാരണം വേറൊരു ഇതൂടെ ഞാൻ കമന്റൂടെ അവനിട്ടൊരു കമന്റും കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, നാളെ നിന്റെയൊക്കെ രക്തത്തിൽ പിറന്ന വിഷജന്തുക്കൾ നിന്നെയൊക്കെ കൊല്ലാനായി കൊലക്കത്തിയുമായി വരുന്നൊരു കാലം വരാനുണ്ട്. അന്ന് നിങ്ങൾ മറക്കാതെ ഓർക്കണം ഈ നന്മയുള്ള ചെറുപ്പക്കാരൻ. അപ്പൊ റസാഖ് പടിയൂർ ഈ റമദാൻ മാസത്തിൽ ഇബിലീസിനെ അള്ളാഹ് പിടിച്ചു കെട്ടും. റമദാൻ തുടങ്ങുമ്പോൾ തന്നെ ഇബിലീസിനെ പിടിച്ചു കെട്ടും, റമദാൻ കഴിയുമ്പോൾ ഇബിലീസിനെ അഴിച്ചുവിടും. പണ്ടൊക്കെ ഇബിലീസിന് ഭയങ്കര വിറയലായിരുന്നു ഈ പിടിച്ചു കെട്ടുമ്പോൾ. കാരണം എന്താ, നാട്ടില് ഈ നുണയും ഫസാദും ഫിത്നയും ഒന്നും നടക്കുന്നില്ലല്ലോ. പക്ഷെ ഇപ്പോൾ ഇബിലീസിന് സന്തോഷമാണ്. കാര്യം എന്താ, ഇബിലീസ് കേരളത്തിൽ ഇല്ലെങ്കിലും ഇബിലീസിന്റെ സന്തതികളായ ഈ റസാഖ് പടിയൂരിനെ പോലുള്ള ഇബിലീസിന്റെ സന്തതികൾ അവിടെ ഉണ്ട് എന്നുള്ളൊരു സന്തോഷം ഇബിലീസിനുണ്ട്. അപ്പൊ ഇബിലീസ് അവിടെ സന്തോഷത്തോടെ കഴിയുന്നുണ്ട്. ഇബിലീസിന്റെ ജോലി റസാഖ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, സാധാരണ ഒരു ഇസ്ലാമത വിശ്വാസി, ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു ഇസ്ലാമത വിശ്വാസി റമദാൻ മാസത്തിൽ വ്രതം എടുത്താൽ എന്താണ് അവൻ ചെയ്യുക? അവന് മാന്യമായിട്ട് ജോലി ഉണ്ടെങ്കിൽ അവൻ ആ ജോലിക്ക് പോകും. അത് ചിലപ്പോൾ കൂലിപ്പണിയാകാം, ബിസിനസ് ആകാം, ഡ്രൈവർ ആകാം, പല ജോലിയാകാം. ആ ജോലി അവൻ ചെയ്യും. പിന്നെന്താണ് അവൻ ചെയ്യുന്നത്? അവന് കിട്ടുന്ന വേളകളിൽ അവൻ ദിക്റും സലാത്തും ഖുർആനുമായിട്ട് കഴിയും. നിസ്കരിക്കേണ്ട സമയത്ത് പള്ളിയിൽ കയറി നിസ്കരിക്കും, അല്ലെങ്കിൽ അവൻ നിസ്കരിക്കാൻ വൃത്തിയുള്ള സ്ഥലം എവിടെയാണോ ഉള്ളത് അവിടെ അവൻ പടച്ചറപ്പിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യും. അതാണ് ഒരു ഇസ്ലാമത വിശ്വാസി നോമ്പെടുത്തിട്ട് ചെയ്യുന്നത്. അതല്ലാതെ നോമ്പ് എടുത്തിട്ട് റോഡിലിറങ്ങി തന്തയില്ലായ്മ കാണിക്കുമ്പോൾ, അതിനെ തിരിച്ചടി കിട്ടുമ്പോൾ, അതിന് ഇസ്ലാം മതവും ഈ റമദാൻ നോമ്പുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന ഇവന്മാരൊക്കെ പിന്നെ ഇബിലീസിന്റെ സന്തതികളല്ലാതെ മനുഷ്യന്റെ നല്ല മനുഷ്യന്മാർക്ക് ഇങ്ങനെയുള്ള ചിന്താഗതി ഉണ്ട്? നമുക്കുണ്ടാവും? ഒരിക്കലും ഉണ്ടാവത്തില്ല. കാര്യം എന്താ, നമ്മൾ നമ്മുടെ നാടിന്റെ വോട്ടിനപ്പുറം, ഇലക്ഷനപ്പുറം, അധികാരത്തിനപ്പുറം നമ്മുടെ നാടായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, ഇല്ലേ? നമ്മുടെ നാടിന്റെ മതേതരത്വവും ജനാധിപത്യവും മതസൗഹാർദ്ദതയും സാഹോദര്യത്വവും ഒക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ ഇതുപോലെയുള്ള തന്തയില്ലാത്തരം കാണിക്കില്ല. പിന്നെന്താ നമ്മൾ ചെയ്യുന്നത്? ഇതുപോലെയുള്ള തന്തയില്ലാത്തവന്മാർ ഇതുപോലെയുള്ള തന്തയില്ലാത്തരം ചെയ്യുമ്പോൾ അത് തന്തയില്ലാത്തരമാണെന്ന് നമ്മൾ വിളിച്ചു പറയും. അത് തെറ്റല്ല. അവൻ നല്ലത് ചെയ്താൽ നമ്മളത് നല്ലതാണെന്ന് പറയും, അവൻ തന്തയില്ലായ്മ ചെയ്താൽ നമ്മളത് തന്തയില്ലായ്മ എന്ന് പറയും. ഇനി ഇബിലീസിൽ എങ്ങനെയാണ് സന്തതികൾ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഉത്തരമുണ്ട്. ഇസ്ലാമിക നിയമപ്രകാരം, അതായത് ഇസ്ലാം മത വിശ്വാസ പ്രകാരം, ഒരു ഭാര്യയും ഭർത്താവും അവരുടെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ബിസ്മി ചൊല്ലി, അത് മാത്രമല്ല, ആഹാരം കഴിച്ചാലും വെള്ളം കുടിച്ചാലും നമ്മൾ നല്ലത് എന്ത് ചെയ്താലും ബിസ്മി ചൊല്ലി തുടങ്ങണമെന്നാണ് ഇസ്ലാം മത വിശ്വാസിയുടെ പ്രമാണം. അപ്പൊ അതുപോലെ ഒരാണും ഒരു പെണ്ണും കല്യാണം കഴിഞ്ഞ് അവരവരുടെ വിവാഹ ജീവിതത്തിലേക്ക്, അവരവരുടെ ലൈംഗിക ജീവിതത്തിലേക്ക്, ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ബിസ്മി ചൊല്ലി കിടക്കണമെന്നാണ് ആഗ്രഹം. അത് ഇസ്ലാമത വിശ്വാസിയുടെ പ്രമാണമാണ്, ഇസ്ലാമത വിശ്വാസിയുടെ തീരുമാനമാണ്. ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പാണക്കാട് കുടുംബത്തിന്റെ കുണ്ടിയിൽ നങ്ങി നടക്കാത്തത്. ഇനി വേറെ കുറച്ചു പേരുണ്ട്. എങ്ങനെ കോണി കോട്ട് കുത്തിയാൽ സ്വർഗത്തിൽ പോകാമെന്ന് വിശ്വസിക്കുന്ന, പാണക്കാട് കുടുംബത്തിന്റെ മൂട് താങ്ങിയാൽ നാളെ പരലോകത്ത് വിജയം ഉറപ്പാണെന്ന് വിശ്വസിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവര് ഈ വിവാഹ ജീവിതത്തിലോട്ട് കടക്കുമ്പോൾ അവർ ബിസ്മി ചൊല്ലി അല്ല തുടങ്ങുന്നത്, പിന്നെ യാ സയ്യിദ് പാണക്കാട് എന്ന് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ തുടങ്ങുമ്പോൾ അവർക്കിടയിൽ ഇബിലീസ് കയറി കിടക്കും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ഇസ്ലാമികന്റെ തത്വമാണ്. ബിസ്മി ചൊല്ലാതെ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെട്ടാൽ അതിനിടയിലേക്ക് ഇബിലീസ് കയറുകയും അങ്ങനെ ഇബിലീസിന് സന്തതികൾ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഉണ്ടായ സന്തതികളിൽ പെട്ടതാണ് ഈ റസാഖ് പടിയൂരിനെ പോലുള്ള, KM ഷാജിയെ പോലുള്ള
PMA സലാമിനെ പോലുള്ള മറ്റേ കൂടത്തായിയെ നാസർ വൈസി കൂടത്തായിയെ പോലുള്ള അബ്ദുൽ സമദ് പൂക്കോട്ടൂരിനെ പോലുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണ്. കാരണം അവരൊന്നും ഇസ്ലാമിന്റെ ആശയങ്ങളോ പ്രവാചകന്റെ സുന്നത്തുകളോ മുറുകെ പിടിക്കുന്നവരല്ല. അവർ പാണക്കാട് കുടുംബത്തിന്റെ കുണ്ടി താങ്ങിയിട്ട് അങ്ങ് ഫ്രീ ആയിട്ട് സ്വർഗത്തിൽ പോകാമെന്ന് വിശ്വസിക്കുന്നവരാ. അപ്പൊ എനിക്ക് ഞാൻ ഈ പറഞ്ഞത് എല്ലാ ലീഗുകാരെയും അല്ല. കാരണം ഞാൻ ഈ പോസ്റ്റ് ചില എന്റെ ലീഗ് സുഹൃത്തുക്കളോട് കാണിച്ച് അവരൊക്കെ അതിനെ എതിർത്തു. അപ്പൊ അതാണ് പറയുന്നത്, അന്തവും കുന്തവും ഇല്ലാത്ത ലീഗുകാര്, അതായത് കോട്ട് കുത്തിയാൽ സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിക്കുന്ന, പാണക്കാടന്മാരുടെ കുണ്ടി താങ്ങിയാൽ സ്വർഗത്തിൽ പോകാമെന്ന് വിശ്വസിക്കുന്ന സകലരും ഇബ്ലീസിന്റെ സന്തതികളാണ്, അബൂജാഹിലിന്റെ പിൻതലമുറക്കാരാണ്. പറഞ്ഞ മനസ്സിലല്ലേ? ലീഗിന് വോട്ട് ചെയ്തത് കൊണ്ടോ ലീഗിനെ പിന്തുണച്ചത് കൊണ്ടോ അവരെന്ന് മോശക്കാരാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ കോട്ട് കുത്തിയാൽ, പാണക്കാട് കുടുംബത്തിന്റെ മൂട് താങ്ങിയാൽ എന്ത് തന്തയില്ലായ്മയും കാണിക്കാം, എന്ത് തന്തയില്ലായ്മയും പറയാമെന്ന് വിശ്വസിക്കുന്നവർ ഇബ്ലീസിന്റെ സന്തതികളാണ്, അബൂജാഹിലിന്റെ പിൻതലമുറക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ തിരുവനന്തപുരം, കൊല്ലം അങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഈ പാണക്കാടന്മാരുടെ കുണ്ടി താങ്ങുന്നോ മറന്നില്ല. ഉണ്ട്, ചിലരൊക്കെ ഉണ്ട്. അതിപ്പോ 5 തേങ്ങ എടുത്താൽ അതിലൊരു പേട്ടത്. അതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു 5-10 കാണും, കൊല്ലം ജില്ലയിലും കാണും, ആലപ്പുഴയിലും കാണും, കോട്ടയത്തും കാണും. ഈ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് അവിടെയുള്ള ആൾക്കാരാണ് കൂടുതലും പാണക്കാരന്മാരുടെ കുണ്ടി താങ്ങിയിട്ട് ഫ്രീ ആയിട്ട് അങ്ങ് സ്വർഗത്തിൽ പോകാൻ പറ്റുക. അവരെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. കാരണം അവർക്ക് ഇസ്ലാമുമായിട്ടോ പ്രവാചകന്റെ സുന്നത്തുകളുമായിട്ടോ ഒന്നും യാതൊരുവിധ ബന്ധങ്ങളുമില്ല. റമദാൻ നോമ്പെടുത്തിട്ട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇബ്ലീസിന്റെ പണിയെടുക്കുന്നവന്മാരുണ്ടെങ്കിൽ അവന്മാർ ഇബ്ലീസിന്റെ പണിയാണ് എടുക്കുന്നതെന്ന് പറയേണ്ട ഒരു ഉത്തരവാദിത്വം യഥാർത്ഥ മുഅ്മിനീനുണ്ട്. കാരണം രണ്ടുപേരെ തമ്മിലടിപ്പിക്കാൻ ഒരുത്തൻ ശ്രമിച്ചാൽ അത് തമ്മിലടിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നതാണെന്ന് 4മതൊരുത്തന് മനസ്സിലായാൽ അത് കളവാണെന്ന് പറയേണ്ട ഉത്തരവാദിത്വം 4മനുണ്ട്. അതാണ് ഇസ്ലാം. അപ്പൊ അതുകൊണ്ടിട്ട് എന്റെ നല്ലവരായ മുസ്ലിം സഹോദരന്മാരോട് പറയാനുള്ളത്, ഒരിക്കലും ഇവന്മാരെ ഒന്നും അടുപ്പിക്കരുത്. ഇനി ഇതര മതത്തിലുള്ള എന്റെ സഹോദരന്മാരോട്, അതായത് മുസ്ലിങ്ങളല്ലാത്ത എന്റെ സഹോദര മതത്തിലുള്ള സഹോദരങ്ങളോട് പറയാനുള്ളത്, ലീഗ് ഒരു മതേതര പാർട്ടിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ പാണക്കാടന്മാരും അവന്മാരുടെ കുണ്ടി താങ്ങുന്ന ഇതുപോലുള്ള ലീഗുകാരന്മാരും മതേതരവാദികളാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ വർത്തമാന കാലത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മണ്ടന്മാർ നിങ്ങളാണ്. അപ്പോ പാണക്കാടന്മാരുടെ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗും ആ മുനാഫിക് ലീഗിൽ വിശ്വസിച്ച് കോട്ട് കൊടുത്താൽ സ്വർഗത്തിൽ പോകുമെന്നും പാണക്കാടന്മാരുടെ മൂട് താങ്ങിയാൽ സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിക്കുന്ന സകലാവന്മാരും നല്ല ഒന്നാം തരം ഇസ്ലാം മത തീവ്രവാദികളും ഇസ്ലാം മത വർഗീയവാദികളും മുസ്ലിം വിഘടനവാദികളുമാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.